ഇടുക്കി ഉപ്പുതറയിൽ കുടുംബത്തിന്റെ ആത്മഹത്യാ ഭീഷണിയെ തുടർന്ന് സജീവ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വാഹനം പണയപ്പെടുത്തി പണം വാങ്ങിയിരുന്നു. തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ഭീഷണി നിരന്തരം ഉണ്ടായിരുന്നുവെന്ന് സജീവന്റെ പിതാവ് മോഹനൻ പറഞ്ഞു. പട്ടത്തമ്പലം സ്വദേശി സജീവ മോഹനൻ, ഭാര്യ രേഷ്മ, 4ഉം 6ഉം വയസ്സുള്ള 2 മക്കൾ എന്നിവരാണ് മരിച്ചത്. 1,40,000 രൂപ 1,40,000 രൂപ അടച്ചിട്ടുണ്ട്. ബാക്കി തിരിച്ചടയ്ക്കുന്നത് മാസം 2 മാസത്തെ കുടിശ്ശിക വന്നെന്ന് അയാൾ വിളിച്ച് കണ്ടമാനം പേര് വിളിച്ച് ഇലപ്പാറക്കാരനതിൻ്റെ അവൻ വിളിച്ച് തെരു വിളിച്ച് എന്നെയും വിളിച്ച് പണിയ സമയത്ത് ഒരു 5-6 കോളി വിളിച്ചിട്ട് എൻ്റെ തെരു വിളിക്കാന്ന് ഭീഷണിപ്പെടുത്തുവാന്ന് ഞങ്ങളെ ആ മകനും വിളിച്ചിട്ടുണ്ട്. ഞാൻ അവനെ വിളിച്ചപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുവാന്ന് പറഞ്ഞു. നീ അത് വേണ്ട, ഞാൻ സ്ഥലം വെച്ച് നമുക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാൻ ഇന്ന് കാലത്ത് 6:15 ഞാൻ ഇവിടെ പോകുമ്പോൾ ഇവർ എല്ലാത്തരോടും പറഞ്ഞിട്ട് പോയതാണ്. എന്നെ അറിയിക്കുന്നത് 5 മണിക്ക് 4:30 അറിയുന്നത്. ഞാൻ അന്നേരം ഓടി വരുന്നത്. 2 ഗഡുക്കൾ മാത്രം അടയ്ക്കാനുള്ളത് ഈ മാസത്തിൽ കഴിഞ്ഞ മാസത്തിൽ. അതിനവൻ ഇത്രയൊക്കെ പറഞ്ഞത്. ഇൻക്വസ്റ്റ് നടപടികളാണ് ആരംഭിക്കും. അതിന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കും. സാമ്പത്തികമായിട്ടാണ് മനസ്സിലാക്കുന്നത്. സ്ഥാപനം എങ്ങനെയാണോ ഒരു പ്രൈവറ്റ് ധനകാര്യ സ്ഥാപനത്തിലുള്ള CC മുടങ്ങിയതായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കാരണം. കൂടുതൽ വിവരങ്ങൾ അന്വേഷണ ശേഷമാണ്. കൂടുതൽ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേർന്നുണ്ട്. സുബിൻ, വളരെയധികം ദാരുണമായൊരു സംഭവം തന്നെയായിരുന്നു. തൻ്റെ പിഞ്ചു മക്കളെയും കൊണ്ട് ജീവനൊടുക്കിയ ഒരു ഗൃഹനാഥൻ. എന്താണ് മറ്റു വിവരങ്ങൾ? ഇന്ന് വൈകിട്ട് 4 കൂടിയാണ് ഈ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ സജീവനെയും ഭാര്യയെയും 6ഉം അതുപോലെ തന്നെ 4ഉം വയസ്സുള്ള 2 മക്കളെയും കണ്ടെത്തുന്നത്. പ്രധാനമായും ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നുള്ള സമ്മർദ്ദമാണ് ഈ സജീവന്റെയും കുടുംബത്തിന്റെയും ആത്മഹത്യക്ക് വഴിവെച്ചത് എന്നുള്ള ഒരു കണ്ടെത്തലിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. നിലവിൽ ഈ വീടിനുള്ളിൽ നിന്ന് ഒരു ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി എഴുതിയിരിക്കുന്നതും ഈ ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. ഈ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് നിരന്തരം വിളിച്ച് ഇത്തരത്തിൽ ഈ ഒരു പണം അടയ്ക്കാത്തതിന് നിരന്തരം വിളിച്ച് അസഭ്യം പറയാറുണ്ടായിരുന്നു, വലിയ സമ്മർദ്ദം ചെലുത്താറുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഒരു കുറിപ്പിൽ എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇടുക്കി SP വ്യക്തമാക്കിയിട്ടുള്ളത്. അതേ കാര്യം തന്നെയാണ് ഈ കുടുംബം ആരോപിക്കുന്നതും. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇത്തരത്തിൽ ഈ ഒരു ആരോപണം അല്ലെങ്കിൽ ഇത്തരത്തിൽ സജീവനെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 2 മാസത്തെ അളവ് മാത്രമാണ് മുടങ്ങിയിട്ടുള്ളത്. ആ ദിവസങ്ങളിലെല്ലാം തന്നെ മുടങ്ങിയതിന് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഈ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ ഇത്തരത്തിൽ വിളിക്കുകയും വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. ഇത് താങ്ങാനാവാതെയാണ് ഈ സജീവ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇന്ന് 4 കൂടി ഉച്ചയ്ക്ക് ശേഷം ഈ വീട്ടിൽ നിന്ന് ആരും പുറത്തേക്ക് വന്നിരുന്നില്ല. വൈകുന്നേരം ഈ സജീവിന്റെ അമ്മ എത്തി വാതിൽ മുട്ടിട്ടും കതക് തുറക്കാതെ വന്നതോടുകൂടിയാണ് ഇവർ സമീപവാസികളെ വിവരം അറിയിച്ചത്. ഇവർ എത്തി ഈ പിൻവാതിൽ പൊളിച്ചാണ് അകത്ത് കിടക്കുന്നത്. പിൻവാതിൽ തുറന്ന് അകത്ത് പ്രവേശിപ്പിച്ചപ്പോഴാണ് ഈ 4 പേരും ഇതിനുള്ളിൽ ഈ വീടിന്റെ ഹാളിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ഇവർ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. പോലീസ് വിശദമായ പരിശോധനയും നടത്തിയിട്ടുണ്ട്. നിലവിലിപ്പോൾ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ പൂർത്തിയാക്കി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. നാളെയാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. ഇതിനുശേഷമാവും ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ശരി, സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.